ഇന്നിപ്പോ തമ്മിൽ തല്ലുന്ന എന്ത് തീരുമാനിക്കാനാ? അതറിയാനല്ലേ ഞങ്ങൾ നിൽക്കണം. എന്നാ ഞാനും നിൽക്കാം. തേക്കാന്ന് പറയുന്നത് ചതിക്കാന്ന് തന്നെയാണല്ലോ അല്ലേ? അങ്ങനെ വിചാരിക്കരുത്. അത് ആൺകുട്ടികൾക്കും പറ്റും. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും 100% നല്ലവരല്ല. ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. മൂപ്പർക്ക് വിഷമാവുമെങ്കിലും ഇനിയിപ്പോൾ ഉള്ള സത്യം പറയാൻ മടിക്കണ്ട. നമുക്ക് ഇപ്പൊ തന്നെ പറയാം അല്ലേ? എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പറയണമെന്നില്ല. ബട്ട് ഞാൻ കുറച്ച് കാര്യം ഞാൻ പറയാം. എനിക്ക് എൻ്റെ ലൈഫ് ഒരു ചർച്ചാ വിഷയമാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതായത് ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ച് ദുഷ്മൻ ഓക്കെ, സോഷ്യൽ മീഡിയയിൽ പറയാൻ താല്പര്യമില്ല. പല യൂട്യൂബർമാരും കുടുംബ വഴക്കും കാര്യങ്ങളൊക്കെ വിറ്റ് ഫോർച്യൂണറും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 10 ദിവസം ആ ഏരിയയിൽ എവിടെ പോറ്റിയാൽ നിന്നെ എവിടെ ആരും അറിയേയില്ല. റേറ്റ് കൂടി വരികയും ചെയ്യും. റാഫി എന്തായാലും പ്രതികരിക്കുന്നില്ല. പിന്നെ അപ്പൊ നമുക്ക് പ്രതികരിച്ച് 4 ആളൊക്കെ മുന്നിൽ ഇത് അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണെന്നാ പറയുന്നത്. പക്ഷെ എന്തൊക്കെയാ പറയുന്നത് കേൾക്കാല്ലേ? കേൾക്കാം. ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും ഇത് നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയാണെന്ന്. എന്തോന്ന് വെച്ചാ മനുഷ്യനെ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂലേ? അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ സെപ്പറേറ്റഡ് ആണ് എന്നുള്ളത് നീ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അതെല്ലാവരും ഇനി എന്നോട് ചോദിക്കരുത് എന്നുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ എന്നോട് അല്ലെങ്കിൽ എൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരോടും പോയി ചോദിക്കരുത്. അതുപോലെ തന്നെ എൻ്റെ പാരൻസിനോട്. നീ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. എൻ്റെ ഉമ്മാനോട് എൻ്റെ വാപ്പാനോടൊക്കെ പോയിട്ട് അവർ ചോദിക്കാറുണ്ട്. പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്ത് പറ്റി, എന്തുകൊണ്ട് സെപ്പറേറ്റഡ് ആയിരുന്നു. അതിപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാൻ താല്പര്യമില്ല. ഞാനെന്താ പൊട്ടനാ? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? യു എയിൽ വന്നതിന് ശേഷം ഞാൻ മാറി, അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ അവനെ ഒഴിവാക്കി എന്നുള്ളത് എന്നെ തേച്ചതാണല്ലേ? സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് എല്ലാവരോടും പറഞ്ഞ് ചർച്ച വിഷയമാക്കാൻ താല്പര്യമില്ല. പിന്നെ എന്തിനാണ് ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോ? പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ? പിന്നെ കാരണം ചോദിക്കേണ്ട. അത് ചിലപ്പോൾ ഈ ഒരു വീഡിയോന്റെ അടിയിൽ തന്നെ ഒരുപാട് കമന്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം കൊണ്ട് അനുഭവിച്ചോ? അവള് അത് അങ്ങനെ തേച്ചതാണ്. അതെന്താ പെൺകുട്ടികൾ മാത്രമാണോ തേക്കുക എന്ന് പറയുന്നത്? ഒന്ന് ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ കാരണം ആ ഒരു ബന്ധം വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. അപ്പൊ എനിക്ക് എന്താണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. എന്താ ചേച്ചിയുടെ പ്രശ്നം എന്താ? അയാൾ പറഞ്ഞതിനും കാര്യമുണ്ട്. ജോലിക്ക് പോവാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അവനെ തേച്ച് തന്നെ പറയുന്നു. ഞാൻ മാത്രമല്ല തേക്ക്, പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും തേക്കാറുണ്ട് എന്നുള്ളത്. ഭയങ്കരം തന്നെ. റിയൽ ലൈഫും രണ്ടാണ്. അത് പല ആൾക്കാരും പലതാണ്. ചില ആൾക്കാർ വിഷമങ്ങൾ കാണിക്കാറുണ്ട്, വഴക്ക് കാണിക്കാറുണ്ട്. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഇതിൽ നിങ്ങൾ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്, എനിക്ക് കാണിക്കാതിരുന്നാൽ പോരെ. അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. എന്റെ പൊന്നു ചേച്ചി, ഇത് സത്യം പറയട്ടെ, എക്സ്പ്ലനേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് ആ വ്യൂവേഴ്സിനെ ശരിക്കും പൊട്ടന്മാരെ എന്ന് വിളിക്കുന്നതിന് തുല്യ. My husband is the most handsome person in the world. My husband most handsome person in the world. കൊള്ളാം ചേച്ചി, കൊള്ളാം. എനിക്കെല്ലാം മനസ്സിലായെന്ന്. എന്ത് ഇതെല്ലാം തരികടയാണെന്ന്. ഓരോരുത്തരുടെ ലൈഫാണ്. സഡൻലി ഒരു കാര്യം ചേഞ്ച് ആവാൻ പറ്റും. ഇന്ന് നമ്മൾ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന ആള് നാളെ നന്നായി നടക്കണം എന്നില്ല. നാളെ നന്നായി നടന്ന ആൾക്കാർ ചിലപ്പോൾ ഇന്ന് നന്നായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരിക്കില്ല. നന്നായിട്ട് ഓടും. ഇനി താറാമച്ചാരത്തിന്റെ ഡിമാൻഡ് അല്പം കുറയും.